ഇന്നൊരു മേക്കപ്പ് വ്ലോഗ് ആയാലോ. ഇന്ന് നമ്മുടെ വർക്ക് വന്നിട്ട് അലനല്ലൂരാണ്. പുലർച്ചെ 2:22 ഞാനിട്ട് മേക്കപ്പും പെട്ടിയെല്ലാം എടുത്ത് അലനല്ലൂർ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ സാരി അയൺ ചെയ്യലാണ്. സാരി ഒക്കെ അയൺ ചെയ്തിട്ട് നമ്മൾ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാനില്ല. മേക്കപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞാനായിട്ടെന്നെ തോന്നിയായിരുന്നു. ആളുടെ എൻഗേജ്മെൻറ്റിനും ഞാൻ തന്നെയായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നുള്ള കമൻ്റ് ആയിരുന്നു നമുക്ക് പൊതുവെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക്. നല്ലൊരു ബനാറസി സിൽക്കിലുള്ള ഒരു ലെഹങ്കയായിരുന്നു ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്കാണെങ്കിൽ ആൻറ്റി ഓർണമെൻറ്റ്സും കൂടെ വന്നപ്പോൾ ആ ലുക്കിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കല്യാണ വിശേഷത്തിലോട്ട് പോവാം. എങ്ങനെയാലും കുഴപ്പമില്ല. ഇത് ഞാനായിട്ട് തോന്നിയത് ലാസ്റ്റ്. മുടിയൊക്കെ എങ്ങനെ വേണം? മുടി ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മെസ്സി ആയിട്ട് കുറച്ച് ബ്രൈഡ് ചെയ്തെടുത്താണ്. ആൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫീച്ചേഴ്സൊക്കെ എൻഹാൻസ് ചെയ്തൊരു മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസ് മേക്കപ്പ് കഴിഞ്ഞ് ഹെയർ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിലോട്ടാണ് പോകുന്നത്. ആൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉറക്കക്ഷീണത്തിലായിരുന്നു കേട്ടോ. പിന്നെ ആൾ ചായയൊക്കെ കുടിച്ച് സെറ്റായി. ഫേസ് മേക്കപ്പ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യാറ് ഹെയർ സ്റ്റൈലിംഗ് ആണ്. അത് നമ്മൾ ബ്രൈഡിനെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരുത്തിയിട്ട് ഫേസിലോട്ട് ഏത് ഹെയർ സ്റ്റൈലാണ് ചേരുക എന്നൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ചെയ്യാറ്. ബ്രൈഡിൻ്റെ സജഷൻ പോലെ തന്നെ മെസ്സി ഹെയർ സ്റ്റൈലാണ് ഇയാൾക്ക് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുള്ള ലുക്കാണ് ഇത്. സാരി ഉടുപ്പിച്ച് ചൂട്ടിയെല്ലാം വെച്ച് കമ്മലൊക്കെ ഇട്ട് അങ്ങനെ ഒരു ലുക്കാണ് ഇത്. സാരി ഡ്രേപ്പിംഗ് നമ്മൾ ആദ്യം സാരി പ്ലീറ്റൊക്കെ എടുത്ത് അയൺ ചെയ്തതിൻ്റെ ഒരു വൃത്തി അത് നന്നായിട്ടുണ്ടായിരിക്കും കേട്ടോ ആ സാരിയിൽ. ഇടയിൽ ആളുടെ ഏട്ടൻ വന്ന് ജ്വല്ലറി എല്ലാം തരുമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ തന്നെ കേട്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ശരിക്കും വീട്ടുകാരുടെ അഭിപ്രായം കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുക. അതിനോട് ചോദിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും വീട്ടുകാരുടെ കൂടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് ബ്രൈഡിനും ഒരു സന്തോഷമാവുക. അങ്ങനെ ജ്വല്ലറീസൊക്കെ ഇടുമ്പോഴും ഞാൻ ഓരോന്ന് കഴിയുമ്പോഴും വീഡിയോ എടുക്കും കേട്ടോ. കാരണം വീഡിയോയിലാണ് അതിൻ്റെ ഇംപെർഫെക്ഷനൊക്കെ അറിയാൻ പറ്റുക. ഇടയ്ക്ക് ആളുടെ ചേച്ചിയും അമ്മയമ്മയൊക്കെ വന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞ് പോയി. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ ജ്വല്ലറീസ് ഓരോന്ന് അറേഞ്ച് ചെയ്യുമായിരുന്നു. അവസാനത്തേക്കുള്ള മാലയെല്ലാം നമ്മൾ സാരിയായിട്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. എന്നാലേ അത് നമ്മൾ ഇവിടുന്ന് പോകുന്ന ആ ഒരു അതേ അറേഞ്ച്മെൻറ്റിൽ തന്നെ ഫുൾ ടൈം നിൽക്കത്തുള്ളൂ. മാല അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ അരപ്പട്ടയൊക്കെ ഇട്ടു. അരപ്പട്ട ഇടുമ്പോഴാണ് ശരിക്കും ആ സാരിയുടെ ഷേപ്പ് എല്ലാം നമുക്ക് ഭംഗിയിൽ കിട്ടുക. ഇനി വളയും പിന്നെ പാദസരം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ലുക്ക് മോർണിംഗ് ലുക്ക് ആളുടെ കഴിയും. ഇത് കഴിഞ്ഞിട്ട് ആളുടെ സെക്കൻഡ് സാരി ടൈപ്പിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ ലുക്കും സെയിം ഡേ തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോർണിംഗ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് പ്രജിതയുടെ ഫൈനൽ വെഡ്ഡിങ് ലുക്ക് വന്നിട്ട്. പിന്നീട് നമുക്ക് ആളുടെ റിസപ്ഷനായിരുന്നു കേട്ടോ. റിസപ്ഷൻ ലുക്കാണെങ്കിലോ ആകെ 1 മണിക്കൂറേ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നുള്ളൂ. നമ്മൾ മോർണിംഗ് പണിയെടുത്തതെല്ലാം അഴിച്ചു മാറ്റാനും റിസപ്ഷന് അടുത്ത മേക്കപ്പ് ചെയ്യാനും ഹെയർ ചെയ്യാനും എല്ലാത്തിനും ഈ 1 മണിക്കൂറേ നമുക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വേഗത്തിൽ തന്നെയായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്തത്. ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള ഒരു പോണിറ്റെയിലാണ് നമ്മൾ ചെയ്തത് ഹെയർ സ്റ്റൈല്. ഫേസ് മേക്കപ്പ് ആണെങ്കിലോ ഐസിൽ കുറച്ചുകൂടെ ഗ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഒരു സിൽവർ ഗ്ലോ ഒക്കെ ആഡ് ചെയ്തിട്ട് ആളുടെ ഒരു ഈവനിങ് പാർട്ടി ലുക്കിലോട്ട് ആളെ മാറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മേക്കപ്പ് വിശേഷം. നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പും വീഡിയോസും എല്ലാം ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.